ഹായ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നമ്മുടെ സാധാരണ കുക്കറിൽ പെട്ടെന്ന് നമുക്ക് എങ്ങനെ ചോറ് വെക്കാം എന്ന് നോക്കാം. അതും നല്ല രീതിയിൽ ഒരുപാട് വെന്ത് പോകാതെ, അതുപോലെ തന്നെ ഒട്ടി പിടിക്കാതെ, കുഴഞ്ഞങ്ങ് പോവാണ്ട്, വേവാതെ ഇരിക്കാതെ നല്ല രീതിക്ക് എങ്ങനെ ചോറ് റെഡിയാക്കാം നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതൊരു 10 ലിറ്ററിൻ്റെ കുക്കറാണ്, നമ്മുടെ സാധാരണ കുക്കർ. ഇനി അതിലേക്ക് നമുക്ക് അരി എടുക്കാം. ഞാനിവിടെ 3 നാഴി അരി എടുക്കുന്നത്. ഇത് നമ്മുടെ പണ്ടത്തെ ചെമ്പിൻ്റെ നാഴിയാണ്. അപ്പോൾ അതിലൊരു 3 നാഴി അരിയാണ് ഞാൻ എടുക്കുന്നത്. 3 നാഴി അരി ഒരു 3/4 കിലോ അരിയാണ് ഉണ്ടാവുക. ഇത് നമ്മൾ ജയ അരിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നന്നായിട്ട് കഴുകി എടുക്കാം. അരിയെല്ലാം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നമുക്ക് ഇങ്ങനെ ഈ കുക്കറിൽ നമ്മൾ ചോറ് വെക്കുന്നതുകൊണ്ട് നമുക്ക് സമയവും ലാഭമാണ്, അതുപോലെ നമുക്ക് നല്ല രീതിയിൽ ഗ്യാസും ലാഭിക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കുക്കറിലോട്ട് അരി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ കുക്കറിൻ്റെ ഒരു 3/4 ഭാഗത്തോളം ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഏകദേശം ഒരു 3/4 ഭാഗത്തോളം നമ്മൾ കുക്കറിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത്രയും മതി. ഇനി നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം. കുക്കർ അടച്ചു കൊടുത്ത് വെയിറ്റൊക്കെ ഇട്ട് നമ്മൾ തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്, ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു 5 വിസിൽ കേൾക്കുന്നത് വരെയാണ് വെച്ചിരിക്കുന്നത്. ഒരു മീഡിയം തീയിലിട്ടിട്ട് 5 വിസിൽ കേൾക്കുന്നത് വരെയൊക്കെയാണ് വെച്ചിട്ടുണ്ടായിരിക്കുന്നത്. ഓരോരുത്തരുടെയും കുക്കറിൽ പല രീതിക്കായിരിക്കും. ഞാനിവിടെ ഒരു 5 വിസിൽ കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമുക്കിത് തുറന്നാൽ മതി. അതിൻ്റെ പുറത്ത് തൊട്ടാൽ പോലും ചൂട് ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുറന്ന് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സാദാ വെള്ളമാണ്, പച്ചവെള്ളം. ഈ ചോറൊന്നും ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഈ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഈ കുക്കറിൽ തന്നെ വെച്ച് അത് ഊറ്റിയെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഒരു കലത്തിലോട്ട് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കണം. ആ വെള്ളം ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഞാനൊന്ന് അടുപ്പത്ത് വെച്ച് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. ചൂടായാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ആ വെള്ളവും കൂടെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഒന്ന് ഞെക്കി നോക്കുമ്പോൾ ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, വേവാതെ ഇരുന്നിട്ടില്ല, അതുപോലെ കുഴഞ്ഞങ്ങ് പോയിട്ടില്ല, ഒട്ടിപ്പിടിക്കാണ്ട് വളരെ എളുപ്പം ഗ്യാസൊക്കെ ലാഭമായിട്ട് നമുക്ക് നമ്മുടെ കുക്കറിൽ തന്നെ, സാധാ കുക്കറിൽ തന്നെ നമുക്ക് ചോറ് വെച്ചെടുക്കാൻ പറ്റും. പിന്നെ ഈ കുക്കറിൽ തന്നെയാണ് ഞാൻ ഈ ചോറ് ഊറ്റിയിടുന്നത്. ഇങ്ങനെ ഊറ്റി വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നല്ല രീതിക്ക് നമുക്ക് ചോറ് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള സാധാ കുക്കർ മാത്രം മതി. അപ്പോൾ നമ്മുടെ ചോറ് വെള്ളമൊക്കെ പോയി നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ഒട്ടിപ്പിടിക്കാണ്ട്, അതുപോലെ കുഴഞ്ഞു പോവാതെയും നല്ല വെന്ത് കിട്ടിയിട്ടുള്ള നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസൊക്കെ ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഗ്യാസിന് ഷോർട്ടേജ് ഉള്ള സമയമാണല്ലോ. അപ്പം ഇങ്ങനെ നമുക്ക് നല്ല രീതിക്ക് കുക്കറിൽ ചോറ് വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. താങ്ക്